നമസ്കാരം. ജേക്കർ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ശിവരാത്രിയാണ്, വുമൻസ് ഡേ ആണ്. അതിനെ പറ്റി പ്രത്യേകം പറയണ്ടല്ലോ. സ്ത്രീകളെല്ലാവരും എന്താ പറയുക, ഉയരങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും തിളങ്ങി വരുന്ന ഒരു സമയമാണ്. എല്ലാത്തിലും വെന്നിക്കൊടി പാറിക്കൊണ്ട് സ്ത്രീകൾ ഉയരങ്ങളിലേക്ക് തന്നെ എത്തട്ടെ. അതോടൊപ്പം തന്നെ ശിവരാത്രി കൂടിയാണ്. പണ്ട് മുതലേ ശിവരാത്രി ഹിന്ദുക്കളായിട്ടുള്ളവരും മറ്റുള്ളവരൊക്കെ ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്ക് പ്രധാനമായിട്ടും പറയുവാനുള്ളത്, ഇന്നിപ്പോൾ ശിവരാത്രിയാണ്. നാളെ രാവിലെയൊക്കെ ആയിട്ട് ബലിയിടാനുണ്ട്. നമ്മുടെ വീടുകളിൽ ആരെങ്കിലും മരിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മക്കള് ബലിയിടാനൊക്കെ പോകുന്നത് കാണാം, ഒരുപാട് പേര്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കാരണം മരിച്ചവരെ ഓർമ്മിക്കുവാനും ഒരു വിശ്വാസത്തിന്റെ ഇതില് നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു ആചാരം അതിങ്ങനെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം എനിക്ക് പറയുവാനുള്ളത്, ഏറ്റവും കൂടുതൽ മരിച്ചവർക്ക് കൊടുക്കുന്നതിനോടും അതിനേക്കാളും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അതായത് വീടുകളിൽ കിടപ്പിലായിട്ടുള്ള പ്രായമായിട്ടുള്ളവരോ അല്ലാത്തവരോ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് ഒരു പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ചെറുപ്പക്കാരായിക്കോട്ടെ, ഈ തൊണ്ടയിലൊക്കെ അസുഖങ്ങൾ വന്നിട്ടുള്ളവര്, മറ്റു സ്ട്രോക്ക് വന്നിട്ടുള്ളവര്, പ്രായമായിട്ട് കിടപ്പിലുള്ളവർ, അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ട അസുഖബാധിതരായിട്ടുള്ളവർക്ക് ഭക്ഷണം വായിലൂടെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉള്ളവരുണ്ട്. അപ്പോൾ വായിലൂടെ കഴിക്കാൻ പറ്റാത്തവർ ചിലർക്ക് റൈൽസ് ട്യൂബ് ഇട്ട് കൊടുക്കും, അതായത് മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കും. പക്ഷെ അതും സാധിക്കാത്ത കുറച്ച് വിഭാഗത്തിലുള്ളവരുണ്ട്. അപ്പം അവർക്ക് നമ്മൾക്കിപ്പോൾ വീട്ടിലുള്ളവർക്കും ഒരു വിഷമമാണ്. കാരണം അവർ ഭക്ഷണം കഴിക്കാതെ ഒരു മുറിയിലേക്ക് എടുക്കുമ്പോൾ നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അവരെപ്പോഴും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, സിസ്റ്ററെ നമുക്ക് എങ്ങനെയാണ് അവർക്ക് എന്താ കൊടുക്കാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ ഉള്ളിലേക്ക് എപ്പോഴും വെള്ളം, അതായത് ഡീഹൈഡ്രേഷനാണ്. ഭക്ഷണം കഴിക്കാത്തവർ, വെള്ളം കുടിക്കാത്തവരിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ, അഥവാ നമ്മുടെ ശരീരത്തിലത്തെ ജലാംശമെല്ലാം വറ്റിപ്പോകുന്ന അവസ്ഥ. ജലാംശം വറ്റിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ചുളിഞ്ഞ് ഇരിക്കും. അതുപോലെ തൊണ്ടയൊക്കെ വരണ്ട് ഒന്നും നമ്മുടെ ശരീരത്തിലത്തെ ആ വെള്ളത്തിൻ്റെ അംശം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരും, മൊത്തം സിസ്റ്റം തകരാറിലാവും. അപ്പോൾ ഇവർക്ക് വായിലൂടെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഓരോ ഡ്രോപ്പ് ആയിട്ട് ഇവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ പോലെ കൊടുക്കാവുന്ന കുറച്ച് ഡ്രിപ്പുകളുണ്ട്. ഡ്രിപ്പുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം. ഇതിപ്പോൾ നോർമൽ സലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രിപ്പാണ്. അപ്പം ഇങ്ങനെ പല ഡ്രിപ്പുകളുണ്ട്. അത് ഒരു രോഗിക്ക് ഏതാണോ അഭികാമ്യം എന്നുള്ളത് ഒരു ഡോക്ടറാണ് നിശ്ചയിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഡ്രിപ്പുകൾ ഐ വി ഫ്ലൂയിഡിലൂടെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഇൻട്രാവീനസ് വെയിൻ വഴി, ഞരമ്പുകൾ വഴി കുത്തി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും, രക്തക്കൊഴലുകൾ വഴി. അതല്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ വീടുകളിൽ വെച്ച് തന്നെ എങ്ങനെ ഈ ഡ്രിപ്പ് കൊടുക്കാം? ഒരിക്കലും ഞരമ്പുകളിലൂടെ, അതായത് എന്താ പറയുക, രക്തക്കുഴലുകളിലൂടെ കൊടുക്കാൻ വീട്ടുകാർക്ക് സാധിക്കില്ല. അവർക്ക് ഇപ്പോൾ ഒരു രക്തക്കുഴലിലേക്ക് ഇഞ്ചക്ഷൻ കുത്തിവെക്കണമെങ്കിൽ, ഡ്രിപ്പ് പോകണമെങ്കിൽ അത് ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ആളായിരിക്കണം. അതായത് ഒരു നഴ്സോ ഡോക്ടറോ ആണെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വീടുകളിൽ ഇങ്ങനെ കിടപ്പിലായിട്ടുള്ളവർക്ക് നമുക്ക് ഒരു അവരുടെ ഉള്ളിലേക്ക് ഈ ജലാംശം ഉള്ളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഉള്ളിലേക്ക് ഈ ഡ്രിപ്പ് പോവാൻ വീട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ എന്ത് പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിലും ക്ലിയർ ആയിട്ട്, നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്നത് പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഗ്ലൗസ് ഇട്ട് സ്റ്റെറൈലായിട്ട് വീടുകളിൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രാവർത്തികമായിട്ടുള്ളൊരു കാര്യമല്ല. വീടുകളിൽ ചെയ്യുമ്പോൾ വീട്ടുകാർക്ക് എങ്ങനെ സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ വീടുകളിൽ ഇപ്പം ഞാൻ പറഞ്ഞു, സ്റ്റെറൈൽ ഗ്ലൗസ് ഇട്ടിട്ട് സ്റ്റെറൈൽ ടെക്നിക്ക് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു എന്തൊരു പ്രക്രിയ ആയാലും ചെയ്യുവാൻ സാധിക്കില്ല. അപ്പോൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഹാൻഡ് വാഷിങ്. നന്നായിട്ട് കൈ വാഷ് ചെയ്തിട്ട് വേണം എന്തൊരു പ്രൊസീജിയറും വീടുകളിൽ ചെയ്യാൻ. അപ്പൊ നമ്മള് വീടുകളിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഹാൻഡ് വാഷിങ് നല്ല പോലെ കൈ വാഷ് ചെയ്യുക. അതുപോലെ ഇപ്പൊ ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നുന്നു വീടുകളിലൊക്കെ സാനിറ്റൈസറോ സ്പിരിറ്റോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. സാനിറ്റൈസർ മിക്ക വീടുകളിലും തന്നെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ വേണ്ട. സാനിറ്റൈസർ ഉണ്ടെങ്കിൽ കൈയൊന്ന്
നല്ല ക്ലീൻ ആക്കുക. അപ്പൊ നമ്മൾ വാഷ് ചെയ്യുന്നതിന്റെ മുകളിലേക്കൂടെ സാനിറ്റൈസർ കൂടി ആവുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ നമുക്ക് ഇടേണ്ട ട്രിപ്പ് ഏതാണെന്നുള്ളത്, അതായത് ഓരോ രോഗികൾക്കും വ്യത്യാസമായിട്ടായിരിക്കും. പൊട്ടാസ്യം സോഡിയം കുറവുകൾ ഉള്ളവര്, ഷുഗർ കുറവുള്ളവര്, BP ലോ BP ആയിട്ടുള്ളവര്, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഡ്രിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള IV ഫ്ലൂയിഡുകളാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഏതാണെന്നുള്ളത് വീട്ടുകാർക്ക് എന്തായാലും അറിയില്ല. അപ്പൊ അതൊക്കെ ഏതെങ്കിലും അവിടുത്തെ പാലിയേറ്റീവ് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഏത് ഡ്രിപ്പാണ് ഇടേണ്ടത് എന്നുള്ളത് അവർ പറയും. അതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ ഇടുന്നത് ഇപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു പേഷ്യന്റിന് ഇടേണ്ട ആവശ്യം സോഡിയം കുറഞ്ഞിട്ടാണ്. അപ്പൊ സോഡിയം കുറവിന് നോർമൽ സലൈൻ അഥവാ ഇതാണ് ഇടേണ്ടത് കേട്ടോ, ഡ്രിപ്പാണ് ഇടേണ്ടത്. നോർമൽ സലൈൻ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡിന്റെ ഡ്രിപ്പാണ് ഇടേണ്ടത്. അപ്പൊ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇതിങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും ഈ ഡ്രിപ്പിന്. ഈ ക്യാപ്പ് ഈ ഭാഗങ്ങളിലൊന്നും ഒട്ടും തൊടാത്ത രീതിയിൽ തൊടരുത് കേട്ടോ. അതുപോലെ തന്നെ ഇത് IV സെറ്റ് എന്ന് പറയും. ഈ ഒരു ഫ്ലൂയിഡിൽ നിന്ന് നമ്മളുടെ ശരീരത്തിലേക്ക് വരണല്ലോ, അപ്പൊ അതിനുള്ള IV സെറ്റാണ് ഇത് കേട്ടോ. IV സെറ്റിന് ഇങ്ങനൊരു, അതായത് ഇതിനിവിടെ ഒരു എന്താ പറയാ, നമ്മുടെ ഗ്ലൂക്കോസ് മിൽക്ക് കുത്തണ ഭാഗം ഉണ്ടാവും. ഇങ്ങനെ ഒരു നീഡിലുണ്ടാവും ഒരു ഭാഗത്ത്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്യാപ്പ്, ഇത് ക്യാപ്പ് ഇട്ട് വെച്ചിട്ട് സ്റ്റെറൈലാണ് ശരിക്കും. അപ്പൊ ഈ ക്യാപ്പിന്റെ ഭാഗത്ത് നമ്മൾ കൈ കൊണ്ട് പോയിട്ട് തൊടരുത്. ഈ ക്യാപ്പ് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭാഗത്ത് പോയിട്ട് നമ്മൾ കൈ ഇട്ടിട്ട് ഒന്നും തൊടരുത് കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെയാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ടിപ്പിൽ നിന്നാണ് നമ്മളുടെ രോഗിയുടെ ദേഹത്തേക്കുള്ള ആ ഒരു കണക്ട് ചെയ്യുന്ന ഭാഗം. ആ ഭാഗത്തും നമ്മൾ കൈ കൊണ്ട് പോയിട്ട് തൊടരുത്. അത് പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. ഇതിപ്പോ ഞാനിങ്ങനെ എടുത്തു. ഇത് നോർമൽ സലൈനാണ്. ഇതിന്റെ ഈ ഒരു ഭാഗത്ത് തൊടരുതെന്ന് ഞാൻ പറഞ്ഞു. അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാതെ തൊട്ടിട്ടുണ്ടെങ്കിൽ സ്പിരിറ്റ് എങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അവിടുത്തെ ആ ഒരു കീടാണുക്കളൊക്കെ ഒന്ന് കളയാം. ഇത് ഞാനിപ്പോ ഈ ഒരു നടുഭാഗത്ത് ഒറ്റ കുത്ത് ബസ് കഴിഞ്ഞു. ഇതിലിപ്പോ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം ഒന്നിങ്ങനെ ഫില്ല് ചെയ്യാം. കണ്ടോ, ഈ ഒരു ഭാഗം ഇങ്ങനെ ഫില്ല് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഈ ഭാഗം ഒന്ന് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രിപ്പ് വരാൻ തുടങ്ങും. ഇത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രിപ്പ് നിൽക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡ്രിപ്പ് ഇടാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ വീടുകളിലാണ്, ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ IV സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് വീടുകളിൽ ഇപ്പൊ അതൊന്നും ഉണ്ടായിന്ന് വരില്ല. അപ്പൊ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് കുറച്ചൊരു ഉയരത്തിൽ നിന്ന്, ഇപ്പൊ കുറച്ചൊരു ഉയരത്തിൽ നിന്നാണെങ്കിൽ മാത്രമേ ഇവിടെ ഈ ഡ്രിപ്പ് കയറുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഉയരം. അപ്പൊ എനിക്ക് ഇവിടെ ഇപ്പൊ സൗകര്യം തോന്നുന്നത് ഈ ജനാലയമ്മിൽ കെട്ടാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ചെയറൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ കെട്ടണത്. ഇപ്പൊ ചിലരുടെ വീട്ടില് മറ്റേ ഹാങ്ങറൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണാം. അല്ല ചിലപ്പോൾ കട്ടിലുമൽ ഈ കൊതുക് വലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കട്ടിലുമ തന്നെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കേട്ടോ. അതൊക്കെ നമ്മളുടെ വീട്ടിലത്തെ സൗകര്യങ്ങൾ അനുസരിച്ചിട്ട്. അപ്പൊ ഞാനിവിടെ ഈ ഒരു ഉയരത്തില് ഈ ഡ്രിപ്പ് ഇങ്ങനെ കെട്ടിയതാണ്. അപ്പൊ നമ്മളിതിവിടെ കണക്ട് ചെയ്തു. ചിലപ്പോൾ കുറച്ചും കൂടി ഉയരത്തിലാക്കാൻ നല്ലത്. ഇവിടുത്തെ ഒരു സൗകര്യം അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഉയരത്തിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ രോഗിയുടെ എന്താ പറയാ ആ ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ കൈകൊണ്ട് തൊടരുത് കേട്ടോ. ഈ ഒരു ഭാഗം ഇത് ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് സബ്ക്യൂട്ടേനിയസ് ഡ്രിപ്പ് ഇടുക, ഇങ്ങനെ ഒരു സ്കാൽപ്പ് വെയിൻ സെറ്റ് എന്ന് പറയും. ഇത് വെച്ചിട്ട് ബട്ടർഫ്ലൈ നീഡില് അങ്ങനെയൊക്കെ പറയും ഇതിന്റെ പേര്. ഇത് സ്കാൽപ്പ് വെയിൻ സെറ്റ് 24-ന്റെ ആണ്. 24 അതിൽ ചെറുതുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ഇതില് ഒട്ടും പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. സ്കാൽപ്പ് വെയിൻ സെറ്റ് ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിങ്ങനെയാണ് ഇരിക്കുക. ഇവിടെ ഒരു ബട്ടർഫ്ലൈയുടെ പോലെ നീഡിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ വിടിയിപ്പിച്ചിട്ട് ഇതില് ഈ ഭാഗം കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് ഈ ഒരു റെഗുലേറ്റർ വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ ക്യാമറയിലൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഉള്ള എയറൊക്കെ ഒന്ന് പോകും. ഈ എയറൊക്കെ ഒന്ന് കളയുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നീഡിൽ. ഇതെവിടെ തുമ്പത്ത് നീഡിലുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കുത്താൻ പോകുന്നത്. ഈ നീഡിലിൻ്റെ ഭാഗത്തും നമ്മൾ കൈകൊണ്ട് തൊടരുത്. അതുപോലെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന നീഡിൽ എന്തിനാന്ന് വെച്ചാൽ നമുക്കതൊരു എയർ ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് കഴിഞ്ഞ് ഇതിപ്പോൾ തിരിച്ചു കുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം എടുത്തിട്ട് ആ നീഡിലുമേക്ക് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കുത്തുന്നത്, അതായത് ഞാൻ പ്രധാനം പറഞ്ഞു കഴിഞ്ഞു. വീട്ടുകാർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പാലിയേറ്റീവ് വോളണ്ടിയേഴ്സോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് കുത്താവുന്ന ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും പാലിയേറ്റീവിലത്തെ ആളുകളാണ് ഇത് ചെയ്യുക. അപ്പോൾ അവരാണ് വീട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും തീരെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ, വെള്ളമൊന്നും കുടിക്കാൻ പറ്റാതെ, തൊണ്ടയുടെ അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നമായിട്ടൊക്കെ തീർത്തും കിടപ്പിലുള്ളവരുണ്ടെങ്കിലോ വേറെ ഒരു തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്തവർ, തുള്ളി വെള്ളമായിട്ട് പോലും ഇറങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു സബ്ക്യൂട്ടേനിയസ് ഡ്രിപ്പ് എന്നുള്ളത്. ഇത് ഞാൻ പ്രധാനമായിട്ട് ഇതിലൂടെ പറയുവാൻ കാരണം ഇതൊട്ടും പേടിക്കേണ്ട ഒരു കാര്യമല്ല. ഇതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും രോഗിക്ക് ഉണ്ടാവില്ല എന്നത് മാത്രമല്ല, നമ്മളുടെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോ തുള്ളി വെള്ളവും നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീഹൈഡ്രേഷൻ, അതുപോലെ സോഡിയം കുറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഡ്രിപ്പിലൂടെ മാറ്റാൻ പറ്റും എന്നുള്ളതല്ല, കുറച്ചെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ആൾ ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ചെസ്റ്റിലാണ്. ഇത് കയ്യുമ്മൽ കുത്താം, വയറുമ്മൽ കുത്താം, അതുപോലെ തന്നെ തൊടേമിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലേക്കാണ് ഇത് വിടുന്നത്. അതായത് സ്കിന്നിൻ്റെ പല സ്റ്റെപ്പുകളുണ്ട്. അതിലത്തെ സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. എങ്ങാനും ആ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി, വീട്ടുകാരാകുമ്പോൾ ഒന്നും അറിയാത്തവരാണല്ലോ, അപ്പോൾ ചെറുതായിട്ട് കുത്തിയപ്പോൾ ഇപ്പോൾ 45 ഡിഗ്രിയിലാണ് നമ്മളിത് കുത്തേണ്ടത്. എങ്ങാനും അത് 50-60 ആയാലും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ പരമാവധി 45 ഡിഗ്രിയിൽ കുത്താൻ പഠിപ്പിച്ചു കൊടുക്കുക അവർ. ഓക്കെ, നമ്മളിപ്പോൾ ഒന്നുമില്ല, ഇത് സ്കിന്ന് തീരെ ഭക്ഷണം കഴിക്കാതെ ഡീഹൈഡ്രേഷനായിട്ട് കിടക്കുന്ന ആളുകളാവുമ്പോൾ സ്കിന്ന് ഒന്ന് ചിലപ്പോൾ ഇങ്ങനെ പൊന്തിക്കേണ്ടി വരും. അങ്ങനെ പൊന്തിച്ചിട്ട് 45 ഡിഗ്രിയിൽ കുത്തുക. അത്രയേ ഉള്ളൂ. ഒരു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റർ കട്ട് ചെയ്യാണ്. നമ്മൾ ആ കുത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ കോട്ടൺ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തു കേട്ടോ. അതായത് സ്പിരിറ്റ് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തു ആ ഭാഗത്ത് എന്തെങ്കിലും. ഇപ്പോൾ സാധാരണയായിട്ട് വീടുകളിലൊക്കെ ആകുമ്പോൾ പൗഡറൊക്കെ ഇട്ടിട്ട് കാണാം മേലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് കോട്ടൺ വെച്ചിട്ടൊന്ന് സ്പിരിറ്റ് കോട്ടൺ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ കുത്തി ഞാനൊന്ന് ഒട്ടിച്ചു വെച്ചു, പെട്ടെന്നൊന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു സമ്മർ റെഗുലേറ്റർ നമുക്ക് കുറച്ചൊന്ന് ഇതാക്കിയിടാം. ഫുള്ളാക്കരുത്, കാരണം ഓരോ തുള്ളി 1 മിനിറ്റിൽ 8 തുള്ളി വന്നാൽ മതി. 1 മിനിറ്റിൽ 8 തുള്ളി, 1 മിനിറ്റിൽ 8 തുള്ളി. അപ്പോൾ ഈ ട്രിപ്പ് 24 hours കൊണ്ട് കയറിയാലും മതി. നമ്മുടെ ദേഹത്തേക്ക് 24 മണിക്കൂർ എടുത്ത് കയറിയാലും കുഴപ്പമില്ല. ഒരു 12 മണിക്കൂറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് 24 മണിക്കൂർ വരെ, അത് പരമാവധി കൂടുതൽ നേരം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതായത് 500 ml ഉള്ള ഈ ഒരു ഡ്രിപ്പ് 12 മണിക്കൂർ മുതൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ദേഹത്തേക്ക് കയറുക. 1 മിനിറ്റിൽ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളൊരു കണക്ക് നോക്കാം. 1 മിനിറ്റിൽ 8 തുള്ളി, 8 ഡ്രോപ്പ് മുതൽ 12 ഡ്രോപ്പ് വരെ വരാവൂ. കൂടുതലായി കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഒരു നീര് വരും. അതായത് ഈ ഒരു ഫ്ലൂയിഡ് നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഡ്രോപ്പ് നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ട് അത് നമ്മുടെ സെല്ലുകൾ, കോശങ്ങൾ അറിയാലോ, അതൊന്ന് എബ്സോർബ് ചെയ്ത് അത് അങ്ങ് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം മാത്രമേ അടുത്ത ഡ്രോപ്പ് ഉള്ളിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ഡ്രോപ്പ് ഉള്ളിലേക്ക് കയറിയിട്ട് അടുത്ത ഡ്രോപ്പ് എടുക്കാനുള്ളൊരു ടൈം അത് കണക്കാക്കിയിട്ടാണ് 8 തുള്ളി 1 മിനിറ്റിൽ മതി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് 24 മണിക്കൂറോളം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ഒരു ട്രിപ്പ് ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ അങ്ങനെ തന്നെ മതി, പതുക്കെ ആയിട്ട്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് വീടുകളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. സബ്ക്യൂട്ടേനിയസ് IV ഫ്ലൂയിഡ് കൊടുക്കുന്നത് കേട്ടോ.
ഓക്കെ. അപ്പോൾ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ഫ്ലൂയിഡ് എങ്ങനെ ശരീരത്തിനുള്ളിലേക്ക് കിടപ്പ് രോഗികൾക്ക് കൊടുക്കാം എന്നതാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഇത് ഓടി നടക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ളതല്ല, കിടപ്പിലായി കഴിഞ്ഞാൽ ആവശ്യമുള്ളതാണ്. അത് കിടപ്പിലായിട്ടല്ലേ, നമ്മുടെ വീട്ടിലൊരാൾ കിടക്കുമ്പോഴല്ലേ ഇതെന്താ ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുക. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എനിവേ, ആരെങ്കിലും കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യണം. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. കമൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. മറുപടി ഞാൻ ഇടാം. ഓക്കെ. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് മറ്റെന്തെങ്കിലും ഒരു വിഷയവുമായിട്ട്, കിടപ്പ് രോഗികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിഷയവുമായിട്ട് ഞാൻ വരാം.